കിട്ടിച്ചാലും. അപ്പൊ ഇന്ന് നമ്മളൊരു കിടിലൻ ചാലഞ്ച്, ഡ്രോയിങ് പ്ലസ് ടെലിപ്പതി ചാലഞ്ച്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഡ്രോയിങ് പ്ലസ് ടെലിപ്പതിയോ എന്ന് വെച്ചാൽ നമ്മൾ ടെലിപ്പതി ചാലഞ്ച് ആണ്, പക്ഷെ നമ്മൾ ഡ്രോയിങ്ങിലൂടെയാണ് ചെയ്യുന്നത്. സെയിം മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരിനെയാണ് നമ്മളിപ്പോ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇവളോടെ മത്സരിച്ച് ഇവള് വേറെ എന്തെങ്കിലും കളിച്ചിരിക്കും ഗൈസ്. ഇവള് കുറച്ച് ചിലപ്പോ ഒരുപോലെ വരും. ഞങ്ങൾക്ക് മരവും വീടൊക്കെ വരയ്ക്കാറുണ്ട് ഗൈസ്. ഇവള് മറ്റേ മഹാത്മാഗാന്ധിയും മറ്റേ വലിയ വലിയ സാധനങ്ങളൊക്കെ വരച്ചിരിക്കും. അപ്പൊ നമുക്കൊരു ടെസ്റ്റ് നടത്താം. ഈ കളർ ബോക്സിൽ നിന്ന് ഇഷ്ടമുള്ള കളർ എടുക്കണം. 3 പേര് ഒരേപോലെ വരുമെന്ന് നമുക്ക് നോക്കാം. റെഡി? 1 2 പൊക്കണേ കൈ 3 സ്റ്റാർട്ട്. അയ്യോ, ഞാൻ അവനെ പ്രതീക്ഷിച്ചു വല്ലാണ്ട്. ഞാൻ ഉറപ്പിച്ചു ഇവർ രണ്ടുപേരും എന്തായാലും ബ്ലാക്ക് എടുക്കും. കളറായിട്ട് മാത്രം ഇതെടുത്ത് ഓറഞ്ച് പിന്നെ അപ്പൊ മനസ്സിലായല്ലോ ഗൈസ്, ഇതാണ് നമ്മുടെ ചലഞ്ച്. അപ്പൊ ഗൈസ് കണ്ണടയ്ക്കൂ. 1 2 3 സ്റ്റാർട്ട്. 2 സെക്കൻഡ് മുമ്പേ തോപ്പ് ഗൈസ്. ഇല്ല, ആരം. മറ്റേ 7 പേര് ഞങ്ങൾക്ക് 2 പേർക്ക് സെയിം ഡേറ്റിലാണ് ബർത്ത്ഡേ. ചോദിച്ചില്ലല്ലോ. ആരടുത്ത് എനിക്ക് പറയേണ്ട ആവശ്യമില്ല. നംജുൻ. പിന്നെ എല്ലാവർക്കും ഒരേ കളറില്ലേ, അപ്പൊ അതൊഴിച്ച് ബാക്കിയെല്ലാം കളർ ചെയ്യണം. അപ്പൊ നമുക്ക് 5 മിനിറ്റ്സ് ഉണ്ട്. 1 2 3 സ്റ്റാർട്ട്. എനിക്ക് നിന്നിലൊരു പ്രതീക്ഷ ഉണ്ട്, ആ പ്രതീക്ഷ കളയരുത്. 15 കളർ ഏതെന്ന് പറഞ്ഞ അടിക്കാൻ വേണ്ടി. 15 13 ഉണ്ട്. നംജുനെ കണ്ടിട്ട് പാടാൻ പറ്റിയ പാട്ട്. ഇല്ല ഞാനല്ല ഈ വരയ്ക്കുന്നത്. സുന്ദരി ഒരു സേതി സുല്ലടി ഇന്നാൽ നല്ല തേതി. ബാക്കി പാടറി. തന്നേനുനക്കാക ജന്മമേ കൊണ്ടേനതற்காக நான் உன்னை நீங்க மாட்டேன் நீங்கினால் தூங்க மாட்டேன் போக மாட்டேன். സുന്ദരി. ഞാൻ എനിക്ക് തോന്നിയ കളറാണ് അടിക്കുന്നത്. തോന്നാത്ത കളറല്ലേ അടിക്കുന്നത്. ആയുധം താനേ. ബാക്കി പാടാ. പാടിക്കൊണ്ടിരിക്കല്ലേ, പാടട്ടെ. പാട്ട് വരുന്നില്ല. എന്തിങ്ങനെ 3 പക്ഷെ കഴിവുള്ളവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. പാടാ അഭി, ഫുൾ സപ്പോർട്ടാ. അഭിന് പാടുമ്പോ എപ്പോഴും വിഷമം തോന്നാറുണ്ട്. ഇവന് പാടാനുള്ള കഴിവില്ലല്ലോ ദൈവമേ. ഇനി ഒരു 20 സെക്കൻഡ് കൂടെ ബാക്കിയുള്ളൂ. 20. ഓക്കെ, ടൈം കഴിഞ്ഞു. സ്റ്റാർട്ട്. പുള്ളിന്റെ എല്ലാം ഭയങ്കര ഒരു പൊരുത്തമല്ലെന്ന് ഇവിടെ ഇവര് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ഇത് വെച്ചിരുന്നിട്ട് കാര്യമില്ല, എടുത്തിട്ട് പോ പ്ലീസ്. അറ്റ്ലീസ്റ്റ് തലക്ക് കളറെങ്കിലായിരുന്നു ഞങ്ങൾ ഒരു പൊരുത്തം ഉണ്ടാക്കിയില്ലേ. പാടാ. ഒരു പൊരുത്തവും ഇല്ല, അത് തമ്മിൽ ഒരു മാച്ച് ഇല്ല, ഒരു പൊരുത്തവും ഇല്ല. പക്ഷെ കൊള്ളാം, ഭംഗിയുണ്ട്. എന്താണോ എന്തോ. 3 സ്റ്റാർട്ട്. കാറ്. കോർവെറ്റ് എല്ലാ കാർ എന്തോസിയസിനും അറിയാം ഗൈസ്. ഈ കാർ പവർഫുൾ കാർ. അനി പോൾ വാക്കർ ആരെന്ന് അറിയാവോ? ഓടി ഈ കാർ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ച് ഇങ്ങനെ കളറടിക്കുന്നത്. ഇവന്റെ കാറിലെ എല്ലാ ഡീറ്റെയിൽസും പഠിക്കുന്നേക്കാൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാറിന്റെ വീഡിയോസ് നോക്കുന്നത്. ഗൈസ്, നിങ്ങളുടെ ഡ്രീം കാർ ഏതാണെന്ന് കമന്റ് ചെയ്യണേ. അതിന് ഡ്രീം കാർ ഏതാടി? ലംബോർഗിനി. ആനിക്ക് ആകെപ്പോൾ 5 കാറിന്റെ പേരെ അറിയാമോ? ലംബോർഗിനി. ഇതിങ്ങനെ പറയാൻ വേണ്ടിട്ടാണ്. എനിക്കറിയാം. ടെസ്ല, ഷിഫ്റ്റ്, ഔഡി. നിക്ക് ഞാൻ പറയട്ടെ. പോളോ, നാനോ, അംബാസിഡർ കാർ. ഇഷ്ടപ്പെട്ട 5 കാറിന്റെ പേര് പറ. ജീവാഗൻ, ഫ്രാങ്ക്ലർ. ഓഫ് റോഡ് ആണല്ലോ വെച്ച്. പോൾ വാക്കർ ഫാൻ. ഒറ്റ ഡയലോഗ് മതി. പോൾ വാക്കറിന് 2 കാർ ഉണ്ടായിരുന്നു. അല്ല
പോൾവാക്കറെ അറിഞ്ഞിടത് രാവിലെ കാണിക്കാം guys. 3, 2, 1, 0. Start. പക്ഷേ പോൾവാക്കറ് അങ്ങനെയല്ല കാറ് പകരെയാണ് വരുന്നത്. ഞാൻ അതാണ് ഉദ്ദേശിക്കുന്നത്. വീണ്ടും കറുപ്പിൽ അടിച്ച് മഞ്ഞ മാത്രം അടിച്ചു. ഇല്ല ഇല്ല അണ്ടച്ചാന്റെ സീറ്റിന്റെ കളർ റെഡ്, ഇവന്റെ സീറ്റിന്റെ കളർ കറുപ്പ്. തീർന്നു 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 തീർന്നു. നോക്ക് അത് ടോപ്പ് വേരിയന്റ്, ഇത് സാധാ ബേസ്. 75% പൊരുത്തമുണ്ട്. പോലെ പൊരുത്തല്ല. നീ ഇവിടെ കിടന്ന് തുള്ളുന്ന എനിക്ക് പൊരുത്ത വേണം, എനിക്ക് പൊരുത്ത വേണം. പക്ഷെ ഗൈസ് ആ കളർ ഗ്രേഡിന് നോക്കും. അതേപോലെ കുറച്ച് അവിടെ കളർ ഗ്രേഡ്. പോൾ വാക്കർ അന്ന് ഒറ്റ ഡയലോഗ് മതി ഗൈസ്. പോൾ വാക്കർ ആരെന്നറിയാമോ? ഇല്ല. എക്സാമ്പിൾ പറഞ്ഞിട്ടാ, എല്ലാ കാർ പ്രാന്തന്മാരുടെയും ഡ്രീം കാറാണ് R34. പോൾ വാക്കർ ഓടിച്ച കാർ. എന്റെ കളറാണ് 3. എത്ര നിസാൻ R34. നിങ്ങളുടെ ഡ്രീം കാർ ആണ് കമന്റ് ചെയ്യുക ഗൈസ്. എന്റെ ഡ്രീം കാർ BMW ഹായ് പട്ടി കൊള്ളാം. അയ്യോ നമ്മൾ പട്ടി വാങ്ങിക്കുമ്പോൾ ഏത് കളർ പട്ടി മേടിക്കും? ആ കളർ വേണം ഇതിലടിക്കാൻ വേണ്ടിട്ട് ഗൈസ്. ഞങ്ങളുടെ വീട്ടില് പട്ടി വാങ്ങിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. ആഗ്രഹമുണ്ട്, പക്ഷെ വളർത്താൻ പറ്റത്തില്ല. അല്ല, വീട്ടുകാർ സമ്മതിക്കണ്ടേ? അവള് കഴിക്കുന്നത് കുറച്ച് സമയത്താണ്. ഇതിൽ വീട്ടുകാരെന്ന് പറയുന്നത് നമ്മളെ വല്ലപ്പോഴും കുളിക്കുന്നത്, പട്ടി കുളിക്കുമെന്നാണ് ചോദിക്കുന്നത്. അവര് പറയണ് നിങ്ങളെ സാരം നോക്കുന്നില്ല, പട്ടിയുടെ കാര്യം ആര് നോക്കും? ഇത് പറഞ്ഞൊരു പട്ടി കാണിച്ചു തരുന്നു. എന്റെ മനസ്സ് പറയുന്നത് പട്ടിക്ക് പൊരുത്തം വരും. അതായത് ആലോചിച്ച് വേണം കളർ അടിക്കാൻ കേട്ടോ. ആലോചിക്കാൻ പൊരുത്തം വരാൻ. നിങ്ങൾക്ക് ഗോമാർലിനെ ഇഷ്ടമുണ്ടോ? ആയിരിക്കണേ കേക്കും. അറിയാത്ത പല വാക്കുകളും കൊണ്ട് വന്നിരിക്കുന്നു. അറിയാം. കൊറിയറുകളെ 7 പേരെ വിളിച്ച് ബാക്കി ആരെയും അറിയത്തില്ല. എനിക്കറിയാം. എനിക്ക് പണ്ടത്തെ സാധനങ്ങളൊക്കെ ഇപ്പൊ ഞാൻ കാണാറില്ല. പണ്ട് ഇത് കാർട്ടൂണായിട്ടൊന്നും അല്ലായിരുന്നു. കാർട്ടൂണൊന്നും അല്ലടി. അനി 7 സിനിമ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഇതിലെങ്കിലും ഈ പേര് കേട്ടിട്ടുണ്ടോ? അതിലാ വില്ലനല്ലേ മറ്റേ റെഡ് കളർ ഡ്രസ് ഇട്ടിട്ട് നിൽക്കുന്ന ആളല്ലേ? എനിക്കറിയാം. അവൻ ഡ്രസ് ഇടാറില്ല, ഡ്രസ് ഇടുന്നത് ചുരുക്കമാണ്. ആ ഡ്രസ് എന്ന് ഉദ്ദേശിച്ച മറ്റേ ഇങ്ങനെ ഈ സാധനം ഇങ്ങനെ തൂക്കിയിടൂലേ? ആയിട്ടുണ്ടെന്ന് പറ. ആർട്ടിസ്റ്റുകൾ സമയം എടുത്ത് ആലോചിച്ച് ബുദ്ധി ഉപയോഗിച്ചാണ് ചെയ്യാറ്. അതാണ് ആർട്ടിസ്റ്റ് എന്ന് അവരെ പറയുന്നത്. 3, 2, 1, 0. നോക്കട്ടെ എന്താ അമലാസ്യമ്മ പറഞ്ഞത്? സൂപ്പർ അല്ല. പിന്നെ പട്ടിക്ക് ഈ കളർ അല്ലാതെ ഏത് കളർ വരും? അതിന്റെ പൊരുത്തം കുറച്ച് കുറവുണ്ട്. ഫേസിൽ കളർ ചെയ്തിട്ടില്ല. ഇവക്ക് നല്ല ഫിനിഷിംഗ് ഉണ്ട്. പൊരുത്തം എല്ലാവർക്കും ഉണ്ട്. പിന്നെ പച്ചക്കളർ അടിക്കാൻ പറ്റുമോ? കളർ അടിക്കാൻ വെള്ള പെയിന്റിലല്ലേ തലമുക്കിയ പട്ടി. അപ്പൊ അടുത്ത സാധനം ചാട്ട്. അയ്യോ എന്നാ ഇருக்கு ചാട്ട്. അന്തച്ചാച്ചന്റെ ക്രഷ് ആയിരുന്നു. പിന്നെ അനന്തുവേട്ടാ എന്ന് വിളിക്കും. എന്തായാലും ഇറങ്ങി. ഇവർക്ക് കളർഫുൾ അല്ലേ വേണം എങ്കിൽ നമുക്ക് ഏത് വൈബാച്ചാ പിടിച്ച? ആനയുടെ വൈബല്ലേ? കുറച്ച് ഓവറാവുന്നുണ്ട് കേട്ടോ കോമഡി. നല്ല ഭംഗിയുണ്ട്. എന്നൊരിക്കലും ഞാൻ പറയത്തില്ല. കളറൊക്കെ അടിച്ചു കേട്ടാ. കളർഫുൾ ആക്കട്ടെ. എന്തുച്ചാരെ സെലീനെ കുട്ടീനെ കളറാക്കട്ടെ. കളറാക്കുന്നേ കൊള്ളാം. നീ ലാഗാക്കാതെ ഞാൻ പാടിയ എനിക്കൊന്നും അറിയത്തില്ല. എനിക്ക് ലൈൻസ് അറിയത്തില്ല. നിങ്ങൾ അടി വെക്ക. അതാണ് നമുക്ക് ഇവിടെ ആവശ്യം. നമുക്ക് ഇവിടെ ചട്ടം ബേസ് പിരിഞ്ഞെന്നുള്ള ഒരു ഇതാണ് വേണ്ടത്. ഞങ്ങൾ അടി ചെയ്താൽ ആരും വരച്ചു കിടത്തില്ല.
നീ കഴിഞ്ഞായോ? നേരത്തെ കഴിഞ്ഞു. എനിക്കും കഴിഞ്ഞായി. 3, 2, 1, 0. ആർക്കറിയാൻ പൊരുത്തമുണ്ട്. 1, 2, 3 സ്റ്റാർട്ട്. ഞാൻ ഒരു ഷെയ്ഡ് ഇവിടെ അടിക്കാൻ നോക്കി, ബ്ലഷ് അടിക്കാൻ നോക്കിയോ കൊളായി. ഇത്തിരി ക്യൂട്ടാക്കാൻ നോക്കി, ഇത്തിരി കൊളായെന്നേ ഉള്ളു, കുഴപ്പമില്ല. പട്ടിയിൽ തുടങ്ങി ഒരു വീട് വെച്ചാൽ ഞങ്ങളുടെ ഫാമിലി സെറ്റ് ആയി അവിടെ. ഇതാരെ ആനൊരു കാര്യം ചെയ്യും, ബാവയായിട്ട് പൊരുത്തം വെക്കുകയാണ്, അത് ചിലപ്പോ കറക്റ്റ് ആയിരുന്നു. മനസ്സിലാവുന്നില്ലല്ലോ. ഈ ചാലഞ്ച് തീർന്നില്ലേ? ഇതാണ് ലാസ്റ്റത്തെ സാധനം. ഇതിൽ എങ്ങനെ കളർ അടിച്ചാലും പൊരുത്തം കിട്ടുമെന്ന് അറിയത്തില്ല, പക്ഷെ ഇതിൽ പൊരുത്തം കിട്ടുന്ന കേസ് റിയൽ പൊരുത്തം. തുടങ്ങിയാലോ? മണ്ടയൽ കോട്ടക്കുളം. കഴിവുള്ളവർ ആ കഴിവിനെ വളർത്താൻ നോക്കും. എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആ മാത്രല്ലേ ഉള്ളൂ. നിങ്ങൾ മാറി മാറി സപ്പോർട്ട് ചെയ്യും. കൈ വേദനിക്കുന്നു. ഞാൻ എപ്പോ നിർത്തുന്ന പറയാ, ഞാൻ പടം വരച്ച് കഴിഞ്ഞു. തിരിപു പുഞ്ചിരിച്ചപ്പോൾ കമ്പിത്തിരി മത്താപ്പോ. ഞാൻ ഇഷ്ടമുള്ളതൊന്നും പാടട്ടെ. ഇതൊന്നും ആർട്ടിസ്റ്റിന്റെ സ്കൂളിൽ പറഞ്ഞില്ലേ? ഇല്ല, തെറ്റി വരയ്ക്കുന്നത് തിരുത്തുന്നത് ആർട്ടിസ്റ്റിന്റെ സ്വന്തം കഴിവാണ്. മറുവാർത്തെ പേസാതെ മടിമീതിനി തൂങ്ങിട് ഇമൈപ്പോലനാകാക്ക കനവായി നീ മാറിട്. എന്റെ സിഗ്നേച്ചർ കൂടെ ഞാൻ ഇട്ട് വയ്ക്കാം. വിട്ട് പോകാതടി തീക്കായും നേരത്ത് നീ പടടി അടിയേ റാസാത്തി അടിയേ റാസാത്തി. എനിക്ക് തീർന്നായി, ഞാൻ എന്ത് സാധനം ഡേറ്റ് ചെയ്യണം. കൈയിടൂ. നല്ല വരുത്തണ്ട്. ഓട് മാത്രമേ കറക്റ്റായിട്ടുള്ളൂ. ഓടില്ലെങ്കിലും വെറുത്തുകൊണ്ടല്ലോ. ഓട്, ജന്നൽ, കഥക് എന്നിവകൾ ഞങ്ങൾക്ക് ഒരേപോലെയാണ്. ഞാൻ നിറയെ മഞ്ഞ കളർ വീടുണ്ട്. എന്റെ വീട് മഞ്ഞ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മുടെ വീട് മഞ്ഞ കളർ. ഈ മഞ്ഞ അതിന്റെ ഈ കളർ മഞ്ഞ അതിന്റെ വീട് മഞ്ഞ കളർ. ഇവിടെ ഒരു മഞ്ഞ ഉണ്ടായിരുന്നുള്ളൂ, അത് വരച്ച് ഞാൻ ചാർക്കിനെങ്കിൽ ഇവിടെ വരയ്ക്കുന്നു. ചോപ്പ് കളർ വീട്. ഞാൻ ഉദ്ദേശിച്ചത് മഷ്റൂം. വീടാണ് ഉദ്ദേശിച്ചത്. മഷ്റൂം അറിയോ? നീ അങ്ങനെയല്ല വിചാരിക്കേണ്ടത്, നമ്മൾ പൊരുത്തം കിട്ടാനാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഞാനും അഭിനും ഒരു 75% പൊരുത്തത്തോടെ 75 ഇല്ല. എന്റെ അശ്രേഷ് ഉണ്ടായിരുന്നെങ്കിൽ ആശ്രയിച്ചുണ്ടായത് 2 രൂപ നോക്കുമായിരുന്നു. ഇവരെ എനിക്ക് ഇങ്ങനെ തന്നെ നാണം കെടുത്താൻ പറ്റും. ഇല്ല, നിന്റെ കൊള്ളാം. എന്നെ കൊള്ളാം. ഇതെന്താടാ? അവര് പറഞ്ഞൊന്ന് കേക്കരുത്. ഒന്ന് കേക്കട്ടെ. 3 വയ്ക്ക്. ഏത് കൊള്ളാം? ഏത് കൊള്ളാം? ഏത് കൊള്ളാം? ഡ്രോയിങ് പഠിപ്പിക്കുന്ന ആരാന്നറിയോ? ഞാനാ. അതുകൊണ്ട് ഭാവിക്ക് എന്നെ ഇഷ്ടമല്ലേ ഭാവി. സത്യമായിട്ട് പറയണം കേട്ടോ. ഇനി പറ. നീ മിണ്ടാരി. ഒരു കാര്യം പറയട്ടെ. എടാ, നിന്റെ ഏതാണെന്ന് ആദ്യം പറഞ്ഞു കൊടുക്കേ. എത്ര പ്രാവശ്യം പറഞ്ഞു കൊച്ചതിനെ പറയാൻ അല്ലേ ഭാവേ? 2 പോയിന്റാ. അപ്പൊ ഈ വീഡിയോ എത്രയോളം ഈ വീഡിയോ ഇഷ്ടപ്പെടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നാട്ടിൽ പൊരുത്ത ആർക്ക് വേണം? നിങ്ങളുടെ ഒരു പൊരുത്ത എനിക്ക് വേണം. ഉറപ്പിക്കാവോ? ഇത് കൊള്ളാന്ന് പറയടാ. ഇത് കൊള്ളാന്ന് പറയടാ. ഇത് കൊള്ളാന്ന് പറയടാ. Yeah!